നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജുമോൻ അത്യാവശ്യം തെറ്റില്ലാത്തൊരു സാലറിയുള്ള ജോലിയിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല സാലറി ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ സേവ് ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട്. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാനും സാധിക്കുന്നുണ്ട് എന്നാണ് ഈ അടുത്ത് രാജുമോനെ കണ്ടപ്പോൾ രാജുമോൻ പറഞ്ഞത്. പക്ഷേ രാജുമോൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള സംഗതികളിൽ ആവുന്നത് അത് അദ്ദേഹത്തിനെ കുറച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ റിസ്ക് കൂടുതലുള്ള ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ മാത്രം നിക്ഷേപിക്കുക എന്നുള്ളത് അത്ര ഒരു മികച്ച തീരുമാനമാവില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് രാജുമോൻ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്റ്റ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻസിനെ സംബന്ധിച്ചുള്ള ധാരണകളും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് യോജിച്ച ഒരു സെറ്റ് ഓഫ് ഫണ്ടുകളെ പറ്റി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മറ്റൊന്നുമല്ല, മൾട്ടി അസറ്റ് ഫണ്ടുകളെ പറ്റിയാണ് പറഞ്ഞു കൊടുത്തത്. അതായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ യോജിക്കുക എന്നുള്ളൊരു സജഷനാണ് എനിക്കുണ്ടായിരുന്നത്. നിങ്ങൾ പലർക്കും ഈ ഇൻഫർമേഷൻ യോജിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കാണുക. അവസാനം വരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്ന 2 ഫണ്ടുകളെ പറ്റിയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. രാജുവിനെ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ 8848030018 ആണ്. വാട്സപ്പിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് പറയുന്നത് മൾട്ടി അസറ്റ് ഫണ്ടുകളെ പറ്റിയിട്ടാണ്. ഇതൊരു ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടാണ് എന്ന് പറയാം. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും അതുപോലെ തന്നെ മറ്റുള്ള അസറ്റുകളിലും കൂടെ നിക്ഷേപിക്കുക എന്നുള്ള തരത്തിലുള്ള ഫണ്ടുകളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി, ഡെറ്റ്, കമോഡിറ്റികൾ, റിയൽ എസ്റ്റേറ്റ്, മറ്റുള്ള നിക്ഷേപങ്ങൾ, ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും 3 അതിൽ കൂടുതലോ അസറ്റുകളിൽ ഒരു നിശ്ചിത അളവിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഈ മൾട്ടി അസറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇക്വിറ്റി ഉണ്ടാവാം, ഡെറ്റ് ഉണ്ടാവാം, ഗോൾഡ് ഉണ്ടാവാം, ഇപ്പോൾ സിൽവറിലുള്ള നിക്ഷേപം ഉണ്ടാവാം, അതുപോലെ റിയൽ എസ്റ്റേറ്റുകളിലുള്ള നിക്ഷേപം ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? നമ്മളുടെ റിസ്ക്, മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് താരതമ്യേന കുറയും. അതുപോലെ തന്നെ ഒരു ഫണ്ട് ഒരു അസറ്റ് അലോക്കേഷനിൽ മാത്രം അല്ലെങ്കിൽ ഒരു തരം അസറ്റിൽ മാത്രം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ നമ്മളെ താരതമ്യേന കുറച്ച് മാത്രം ബാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ നിൽക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ സ്വർണം ഉയർന്നു പോകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെ വില സ്റ്റേബിളായിട്ടോ അല്ലെങ്കിൽ താഴേക്കോ ചെറിയ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്പരം കോംപ്ലിമെൻറ്റിംഗ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഫണ്ട് മാനേജർക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അസറ്റുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾക്ക് കൃത്യമായിട്ടുള്ളൊരു നേട്ടം കൊണ്ടുവന്ന് തരുന്നതിനായിട്ട് ഫണ്ട് മാനേജർക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കും. ഇന്ന് ഇതിൽ പറയുന്ന 2 മ്യൂച്വൽ ഫണ്ടുകൾ ലാസ്റ്റ് 7-8 വർഷമായിട്ട് വളരെ മികച്ച ട്രാക്ക് റെക്കോർഡ് തരുന്ന ഫണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൾട്ടി അസറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 2 ഫണ്ടുകളിലായിരിക്കും നിക്ഷേപിക്കാനുള്ള സാധ്യത എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതൊരിക്കലും ഒരു ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല, എങ്കിലും ഞാൻ പേഴ്സണലി ഈ മൾട്ടി അസറ്റിൽ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഫണ്ടുകൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൾട്ടി അസറ്റ് ഫണ്ടുകളുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡൈവേഴ്സിഫിക്കേഷൻ ടൂളാണ്. റിസ്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ചെയ്യുന്ന പോലെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അസറ്റ് അലൊക്കേഷനും നമ്മൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും നമുക്ക് ഉണ്ട്. അതുപോലെ കൃത്യമായിട്ടുള്ള അറിവുള്ളൊരു ഫണ്ട് മാനേജർ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ വിഗതികൾക്കനുസരിച്ച് മാർക്കറ്റിനനുസരിച്ചുള്ള ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മികച്ച നേട്ടം, സാധാരണ മാർക്കറ്റ് തരുന്നതിനേക്കാൾ മികച്ച നേട്ടം തരാനുള്ള
ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഇത്തരം ഫണ്ടുകൾ തരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ തെറ്റില്ലാത്തൊരു റിട്ടേൺ കിട്ടാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും യോജിക്കുന്ന ഫണ്ടുകളാണ് ഈ മൾട്ടി അസറ്റ് ഫണ്ടുകൾ. 2026 ഞാൻ മൾട്ടി അസറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICICI Prudentialൻ്റെ മൾട്ടി അസറ്റ് ഫണ്ട് ഡയറക്റ്റ് പ്ലാനിലാണ്. അതിൻ്റെ ഗ്രോത്ത് ഓപ്ഷനിലാണ് ഞാൻ നിക്ഷേപിക്കുക. ഇപ്പോഴത്തെ ഇതിൻ്റെ NAV എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 895 രൂപ 19 പൈസയാണ്. ഒരു വർഷത്തിൽ 15.68% റിട്ടേണും ലാസ്റ്റ് 3 വർഷത്തിൽ 19.7% റിട്ടേണും ലാസ്റ്റ് 5 വർഷത്തിൽ ഓരോ വർഷവും 23.25 റിട്ടേണും 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും 17.12% റിട്ടേണും തന്നിട്ടുള്ള ഫണ്ടാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 36 മാസം അല്ലെങ്കിൽ 3 വർഷം ഓരോ മാസവും 10,000 രൂപ നിങ്ങൾ SIP നിക്ഷേപിച്ച് 3,60,000 രൂപ നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിനടുത്ത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 4,96,000 രൂപ ആയി ഇത് വളർന്നേനെ എന്നാണ് ഇതിനെ കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ വളരെ മികച്ച ഒരു ഫണ്ടായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നുണ്ട്. നമ്മൾ ഇടുന്ന 100 രൂപയിൽ 57 രൂപ സ്റ്റോക്കുകളിലും 12 രൂപ കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലും 10 രൂപ ഗോൾഡും സിൽവറിലും 1-2 രൂപയോളം റിയൽ എസ്റ്റേറ്റിലും ബാക്കി ക്യാഷുമായിട്ടാണ് ഒരു ഹോൾഡ് ചെയ്യുന്നത്. 71,900 കോടി രൂപയാണ് ഇതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അതായത് വലിയൊരു ഫണ്ടാണ്. ഇതിന് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60.67% ആണ്. അതായത് നമ്മൾ 100 രൂപ ഒരു വർഷം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 67 പൈസ നമുക്ക് ഇതിൽ നിന്ന് ഒരു എക്സ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അഖിൽ കക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ തെറ്റില്ലാത്ത ഒരു ഫണ്ട് മാനേജറാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ് നിപ്പോൺ ഇന്ത്യ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇത് റിലേറ്റീവ്ലി പുതിയ ഫണ്ടാണ്. 25.22 ഇതിൻ്റെ NAV. ലാസ്റ്റ് ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16.35%, ലാസ്റ്റ് 3 വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20.65%, ലാസ്റ്റ് 5 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ 18.69%മാണ് റിട്ടേൺ. അതായത് ഓരോ വർഷവും 18.69% കിട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി ഇതേപോലെ നിങ്ങൾ 3 വർഷം കഴിഞ്ഞ 3 വർഷം നിങ്ങൾ 10,000 രൂപ ഈ ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,10,000 രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. 63% എക്വിറ്റിയിലും 15% ഡെറ്റ് കാറ്റഗറിയിലുള്ള അസറ്റുകളിലും 16% ഗോൾഡിലും 5% ക്യാഷുമായിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. 8,722 കോടി രൂപയാണ് ഇതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. 27 പൈസ, അതായത് 100 രൂപ നിക്ഷേപിക്കുമ്പോൾ 27 പൈസ നമുക്ക് ചാർജുകളായിട്ട് പോകാറുണ്ട്. അശുതോഷ് ഭാർഗവ എന്ന് പറഞ്ഞിരുന്ന ഒരു ഫണ്ട് മാനേജറാണ് ഈ ഫണ്ട് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. ഈ 2 ഫണ്ടുകളും തെറ്റില്ലാതെ ഈ വർഷവും അടുത്ത വർഷവും പെർഫോം ചെയ്യാനുള്ള സാധ്യത കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഞാൻ ഈ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഫണ്ടാണ് ഈ മൾട്ടി അസറ്റ് ഫണ്ടുകൾ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് കുറേ ഇക്വിറ്റികളും കുറേ ബോണ്ടുകളും കുറേ ഗോൾഡും ഒക്കെ ഞാനങ്ങ് വാങ്ങി മിക്സ് ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷേ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർ ഫണ്ടിൻ്റെ അലോക്കേഷൻ മാർക്കറ്റിൻ്റെ രീതികൾക്കനുസരിച്ച് മാറ്റുന്നതിന് ഉള്ള പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഈ ഫണ്ട് മാനേജർമാർ ചെയ്യുന്ന ഒരു എഫിഷ്യൻസിയോട് കൂടി ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടി അസറ്റ് ഫണ്ടുകൾ വലിയ റിട്ടേണുകൾ വലിയ റിസ്ക് എടുക്കാതെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ്. ഒരേ അലോക്കേഷൻ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നമുക്ക് നിക്ഷേപിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് അവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ 2 വീഡിയോകൾ ഒരെണ്ണം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും.